ഷഹദ് റഹ്മാൻ കോഴിക്കോട് ഗോകുലം മാളിലാണ്. കോഴിക്കോട് ഗോകുലം മാളില്. അപ്പോ ഷഹദ് റഹ്മാൻ, ഹാപ്പി ന്യൂ ഇയർ. ഗോകുലം മാളിലൊക്കെ ആൾക്കാർ ഒരുപാടുണ്ടോ? എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ? പറയൂ. ഹാപ്പി ന്യൂ ഇയർ എസ്കെൻ, വിജയകുമാർ, ഹാഷ്മി. എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഗോകുലം ഗലേറിയ മാളിലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പുതുവർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെ പുറകിലായിട്ട് കാണാം നമുക്ക് കഴിഞ്ഞ കുറെ അധികം മണിക്കൂറുകളായിട്ട് വലിയ രീതിയിൽ ഇത്തരത്തിൽ മ്യൂസിക്കൽ ഇവന്റ് നടക്കുകയാണ്. ഒപ്പം തന്നെ വലിയ രീതിയിൽ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ഇത്തരം പരിപാടികളിലേക്ക് വരികയും ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ദൃശ്യങ്ങളിൽ ന്യൂ ഇയർ എങ്ങനെയാണ്? ന്യൂ ഇയർ എങ്ങനെയാ? എന്താ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? സൂപ്പർ ആയിട്ട് പോവാം. എങ്ങനെയുണ്ട് ന്യൂ ഇയർ? എങ്ങനെയാണ്? അടിപൊളിയാണ്. അടിച്ചു പൊളിക്കാൻ തീരുമാനം. പിന്നെ അല്ലാണ്ട് അടിച്ചുപൊളി. എങ്ങനെയുണ്ട് ന്യൂ ഇയർ? എങ്ങനെയുണ്ട്? എവിടുന്നാ വരുന്നത്? എവിടുന്നാ വരുന്നത്? കോഴിക്കോട്. മുൻ വർഷങ്ങളിൽ നിന്ന് എങ്ങനെ ഇത്തവണത്തെ ന്യൂ ഇയർ എന്തെങ്കിലും റെസൊല്യൂഷനോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊക്കെ തന്നെ പൊക്കോട്ടെ. വിജയകുമാർ, ഹാഷ്മി, ഒരു ഭാഗത്ത് വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടക്കുകയാണ്. പുതിയ ന്യൂ ഇയറിനെ വരവേൽക്കാനുള്ള ആഘോഷങ്ങളിലാണ്. കോഴിക്കോട് ഇന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ ജനത്തിരക്കാണ് കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട് മാനാഞ്ചിറ, അതുപോലെ തന്നെ കോഴിക്കോട് നഗരം, അതോടൊപ്പം തന്നെ കോഴിക്കോട് ബീച്ച്. അതായത് പൂഴി താഴേക്കിട്ടാൽ താഴേക്ക് വീഴാത്ത വിധം വലിയ രീതിയിൽ ജനപങ്കാളിത്തമാണ് വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമാനമായ രീതിയിലാണ് കോഴിക്കോട് ഗലേറിയയിലും ഇപ്പോൾ എൻ്റെ പുറകിൽ കാണാം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് യുവാക്കളാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ഇവിടെ ഇത്തരം പരിപാടികളിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ തന്നെ ഒക്കെ വ്യത്യസ്തമായിട്ട് ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് ഇത്തരം ഇടങ്ങളിൽ നിന്നൊക്കെ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പുതുവർഷത്തെ വരവേൽക്കാൻ. അതിനായുള്ള തയ്യാറെടുപ്പിലാണ് ലോകം. ഒപ്പം തന്നെ ഞാൻ ഈ നിൽക്കുന്ന കോഴിക്കോട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് ടൂറിസം വകുപ്പിന്റെയും അതുപോലെ തന്നെ കോഴിക്കോട് ഈ ഗോകുലം മാൾ ഉൾപ്പെടെയുള്ള വിവിധ മാളുകളിലും മാനാഞ്ചിറയിലും ഒക്കെ തന്നെയായിട്ട് വിവിധ പരിപാടികളാണ് വിവിധ സംഘടനകളിലൊക്കെ തന്നെ നേതൃത്വത്തിൽ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്.